ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരൻ ഇനി ഉണരില്ല. കഴിഞ്ഞ കുറച്ച് 1-2 ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമത്തിലെ ഒരു തലക്കെട്ടാണ്. എന്താ ചേട്ടാ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് സ്ലീപ്പിംഗ് പ്രിൻസ് എന്നറിയപ്പെടുന്ന സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിൻ്റെ ആണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതായത് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. മരിച്ചിരിക്കുന്നു. ഇന്നലെ മുതൽ ചൊവ്വാഴ്ച വരെയാണ് ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത്. 2005 ലണ്ടനിലുണ്ടായ വാഹനാപകടത്തിൽ നിന്ന് കോമാ സ്റ്റേജിലായി. അപകടം നടക്കുന്ന സമയത്ത് രാജകുമാരന് 15 വയസ്സായിരുന്നു. മകൻ ഒരു ദിവസം ആരോഗ്യത്തോടെ തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു ഈ രാജകുമാരൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത്. 5 വർഷം മുമ്പ് ആരോ കിടക്കയ്ക്കരികിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഇതിന് മറുപടി എന്ന രീതിയിൽ രാജകുമാരൻ കൈ ചലിപ്പിച്ചപ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. 2015 ശേഷം പ്രതീക്ഷ നൽകുന്ന ഇത്തരമൊരു സൂചന ലഭിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാജകുമാരൻ്റെ കുടുംബാംഗം അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. അൽ വാലിദ് രാജകുമാരൻ ലണ്ടനിലെ ഒരു സൈനിക കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലാണ് അപകടം നടന്നത്. 1990 ഏപ്രിൽ 18 ജനിച്ച അൽ വലീദ് രാജകുമാരൻ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസിൻ്റെ ചെറുമകനുമായിരുന്നു. സൈനിക സേവനം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജകുമാരൻ ലണ്ടനിലെ മിലിറ്ററി കോളേജിൽ പഠിക്കാനായി ചേർന്നത്. കോളേജിൽ ചേർന്ന അതേ വർഷം തന്നെയാണ് അദ്ദേഹം വാഹന അപകടത്തിൽപ്പെട്ടത്. തലച്ചോറിനേറ്റ പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് തുടർന്നുള്ള ജീവിതം കോമാ സ്റ്റേജിലാകാനുള്ള കാരണമായി മാറിയത്. നാട്ടിലേക്ക് കൊണ്ടുവന്ന അൽ വലീദ് രാജകുമാരനെ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലും ഫീഡിംഗ് ട്യൂബിലും കിടത്തിയിരിക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി പ്രമുഖ ഡോക്ടർമാർ രാജകുമാരനെ പരിശോധിക്കാനായി എത്തിയിരുന്നു. അതായത് എല്ലാവിധത്തിലുള്ള ചികിത്സയും കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് വലിയൊരു പരുക്കായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോമാ സ്റ്റേജിൽ നിന്ന് ഉണരാൻ കഴിഞ്ഞില്ല. 2015 അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ശുഭാപ്തി വിശ്വാസിയായ അച്ഛൻ അതിന് അനുമതി നൽകിയില്ല. 2020 രാജകുമാരനെ കാണാനെത്തിയ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ പ്രതികരണമായി രാജകുമാരൻ ആദ്യം വിരലുകളും പിന്നീട് കൈയും ഉയർത്തി കാട്ടിയിരുന്നു. രാജകുമാരൻ്റെ പിതാവ് മകനെ കിടക്കയ്ക്കരികിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാമായിരുന്നു. ഒരു ഫോട്ടോയിൽ ഖാലിദ് രാജകുമാരൻ മകൻ്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്നതായും മറ്റൊന്നിൽ അദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന രാജകുമാരനെ കെട്ടിപ്പിടിക്കുന്നതും കാണാം. ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു പ്രത്യേകത രാജകുമാരൻ പരമ്പരാഗത അറബ് ശിരോവസ്ത്രം ധരിച്ചിരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. രാജകുമാരൻ്റെ മരണവാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പതിനായിരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയത്. അല്ലാഹുവിൻ്റെ വിധികളിൽ ഉറച്ച വിശ്വാസത്തോടെയും അഗാധമായ ദുഃഖത്തോടെയും നമ്മുടെ പ്രിയപുത്രൻ പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ വിലപിക്കുന്നുവെന്നും രാജകുമാരൻ്റെ പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ ദുഃഖം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് കാരുണ്യം നൽകട്ടെ. അദ്ദേഹം ഇന്ന് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് മടങ്ങി. പ്രിൻസ് അൽ വലീദിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച വരെയാണ് ചടങ്ങുകൾ. പുരുഷന്മാർക്കുള്ള പ്രാർത്ഥന ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ അസ്ർ നമസ്കാരത്തിന് ശേഷവും സ്ത്രീകൾക്കുള്ള പ്രാർത്ഥന കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ദുഹ്റ നമസ്കാരത്തിന് ശേഷവും നടക്കും. അനുശോചന ചടങ്ങുകൾ പുരുഷന്മാർക്കായി അൽ ഫാഖിരിയിലെ പ്രിൻസ് അൽ വലീദ് ബിൻ തലാലിൻ്റെ കൊട്ടാരത്തിലും സ്ത്രീകൾക്കായി മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അൽ ഫാഖിരിയ കൊട്ടാരത്തിലും പ്രിൻസ് തലാൽ ബിൻ അബ്ദുൽ അസീസ് കൊട്ടാരത്തിലും ഒരുക്കിയിട്ടുണ്ട്. ഇസ്ലാമിലെ ഏറ്റവും പുണ്യദിനങ്ങളിൽ റമദാനിലെ അവസാന രാവുകൾ മുതൽ പെരുന്നാൾ ദിവസങ്ങൾ വരെ പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിർത്തിയിരുന്നില്ല. റമദാനിലെ 29-ാം രാവിൽ തഹജുദ് നമസ്കാരത്തിൻ്റെ നിശബ്ദതയിലായാലും പെരുന്നാളിലെ കുടുംബ സന്ദർശനങ്ങളിലായാലും ദുഃഖിതനായ ഈ പിതാവ് ഉറച്ച വിശ്വാസത്തോടെ തൻ്റെ പ്രിയപുത്രന് സുഖം പ്രാപിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ ഇവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പള്ളിയുടെ പേരുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരാതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ഉറങ്ങുന്ന രാജകുമാരന് ഉണരില്ല എന്ന് പറയുന്ന ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. കാരണം ആ പിതാവിൻ്റെ ഒരു പ്രതീക്ഷ വലിയ മകൻ തിരിച്ചു വരും. കാരണം 15 വയസ്സിലാണ് ഇത് സംഭവിച്ചത്. 20 വർഷക്കാലം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ 35 വയസ്സേ ആയിട്ടുള്ളൂ. തൻ്റെ മകൻ വരും എന്ന ശുഭപ്രതീക്ഷ, വെന്റിലേറ്റർ പോലും മാറ്റാതെ അദ്ദേഹം തൻ്റെ മകന് വേണ്ടി കാവലിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഈ ചടങ്ങുകളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും അവരുടെ വിശേഷങ്ങളിലും ഒക്കെ അദ്ദേഹം തൻ്റെ മകനോടൊപ്പം മകന് ചുംബനം കൊടുക്കുന്നു, അല്ലെങ്കിൽ മകൻ്റെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് സംസാരിച്ചപ്പോൾ കൈകൾ അനങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ വരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയൊരു വല്ലാത്തൊരു വികാര നിർഭരമായ ഒരു രംഗം തന്നെയാണ് അല്ലേ? വൈകാരികമാണ് വിൻചേട്ടാ. ഈ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വൈകാരികത നമുക്ക് അത്ര തോന്നിയില്ലെങ്കിലും ആ കുടുംബത്തിലുള്ളവർക്ക് വളരെ എന്താ പറയുക, അവർക്ക് സഹിക്കാനാവാത്തൊരു കാര്യമാണ്.
കുടുംബത്തിൽ ഓടിച്ചാടി നടന്ന ഒരു മകൻ തൻ്റെ താല്പര്യപ്രകാരം സൈനിക വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോകുന്നു. പോയി അവിടെ ജോയിൻ ചെയ്ത അതേ വർഷം തന്നെ അപകടത്തിൽപ്പെടുന്നു. തലച്ചോറിന് പരിക്ക് പറ്റുന്നു, കോമാ സ്റ്റേജിലേക്ക് പോകുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടി പിന്നീട് അവൻ്റെ വളർച്ച മുഴുവൻ, അവൻ്റെ നല്ല കാലങ്ങൾ മുഴുവൻ ഒരു ബെഡിൽ അനങ്ങാതെ 20 വർഷക്കാലം ഒരു ബെഡിൽ അച്ഛനും മറ്റ് ബന്ധുക്കളുമൊക്കെ ഇടയ്ക്ക് കാണാൻ വരുന്നു. മിക്ക ദിവസങ്ങളിലും രാജാവ് അവിടെ അടുത്തിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെയുള്ള ചില ഫോട്ടോകൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ മകനോടൊപ്പം ചേർന്നിരിക്കുന്നതും മകൻ്റെ കൈ പിടിച്ചിരിക്കുന്നതും ചുംബനം കൊടുക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് വളരെ വൈകാരികമായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു മരണത്തെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന മറ്റൊരു സംഭവം, ഈ പുഷ്പൻ, സഖാവ് പുഷ്പൻ 30 വർഷം കിടന്നിട്ടുണ്ട്. പക്ഷെ സഖാവ് പുഷ്പനെ സംബന്ധിച്ചിടത്തോളം സഖാവ് പുഷ്പന് ഓർമ്മയും ഉണ്ടായിരുന്നു, അദ്ദേഹം സംസാരിക്കുവാൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ബെഡിലായി പോയി. ഓർമ്മയും സംസാരിക്കാൻ പറ്റും. ചുറ്റുമുള്ള ആളുകൾ വന്ന് നിൽക്കുന്ന എപ്പോഴും എന്ന് പറഞ്ഞ പോലെ അവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും കുടുംബക്കാരും മാത്രമാണ് വന്നിരുന്നത്. പക്ഷേ ഇവർക്ക് പിന്നീട് ഒരു പ്രതീക്ഷ കിട്ടിയത് ഒരു 5 വർഷം മുമ്പാണ്. ഒരു സ്ത്രീ വന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം കൈ അനക്കി എന്ന് പറഞ്ഞു. അതൊക്കെ അതിനും വളരെ മുമ്പ് തന്നെ ഡോക്ടർ പറഞ്ഞാണ് നമുക്ക് ഇനി പ്രതീക്ഷ വെക്കേണ്ട, നമുക്ക് വെന്റിലേറ്റർ മാറ്റാം എന്ന് പറഞ്ഞപ്പം കുട്ടിയുടെ പിതാവ് അതിനെ സമ്മതിക്കാതിരുന്നു. ആ സമ്മതിക്കാതിരുന്നത് വലിയ പോസിറ്റീവാണ് എന്ന് കാണിക്കുന്ന ഒരു സാധനമായിരുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഈ കൈ അനക്കിയത് തന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ പ്രതീക്ഷയിലാണ് കുടുംബം. എൻ്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോടൊപ്പം ഓടിച്ചാടി വീണ്ടും പഴയ ഊർജ്ജസ്വലതയോടുകൂടെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിൽ ഒരു കുടുംബം കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യം, അല്ലാതെ എന്താ പറയുക, ആ കുടുംബത്തിനെ വിട്ട് ആ മകൻ പോയി എന്നുള്ളതാണ് വളരെ വൈകാരിക തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാർത്തയായിപ്പോയി. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. പല കേസുകളും നമുക്കുണ്ടാകും, പക്ഷെ ചില കേസുകൾ നമ്മൾ വല്ലാതെ ഹോൾഡായി പോകും അതിനകത്ത്. ഇതും അത്തരത്തിലൊരു കേസാണ്. ഇപ്പം ചില ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, അവർക്ക് ഇത്രയും കാശും സമ്പാദ്യവും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഇത്രയും വർഷം ആ മകന്, ശരിയാണ്, അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ഇത്രയും വർഷം ആ മകനെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്തു. ആ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി 20 വർഷം താമസം. നമ്മുടെ ഇന്ത്യയിലൊക്കെ കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരും, എത്ര കാശുള്ളവരാണെങ്കിൽ പോലും കേരളത്തിലൊന്നും ഇങ്ങനെ ഒരു 20 വർഷമൊന്നും ഒരാളെ വെന്റിലേറ്ററിലിട്ട്, ഒരുപക്ഷെ നമുക്കിടയിൽ തന്നെ പറയും എന്തിനാണ് അവരെ ഇട്ട് നരകിപ്പിക്കുന്നത്, നമുക്കത് മാറ്റിക്കൂടെ എന്നുള്ള. ഡോക്ടർമാർ തന്നെ ചോദിക്കും, നമുക്കിത് പ്രതീക്ഷയ്ക്ക് വകയില്ല, നമുക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. ആദ്യമൊക്കെ കുറേയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും പിന്നീട് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മൾ പോകും. കാരണം ഒരു ദിവസം വെന്റിലേറ്ററിന്റെ വാടക എത്ര വരുന്നത്. ഇവിടെ ഇവർ രാജകുടുംബമാണ്, അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ആ രാജകുമാരൻ പോയി 15ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് കിടപ്പിലായി പോയതാണ്. അവൻ്റെ വലിയ ഭാവി അവന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ആ കുടുംബത്തിന് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.